വയനാട് പുൽപ്പള്ളി ചേകാടിയിൽ കാട്ടാനാക്രമണത്തിൽ നിന്ന് സഹോദരങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുൽപ്പള്ളി സ്വദേശി ജോസ്, സഹോദരൻ ജോർജ് എന്നിവർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു കാട്ടാനാക്രമണം. ബൈക്കിലായിരുന്നു പോയിട്ടുണ്ട്. അപ്പോൾ കാടിൻ്റെ ഒപ്പം അടുത്തെത്തിയപ്പോഴത്തേനും ഒരു ആന ഞങ്ങൾ നേരെ ചീറി ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബൈക്ക് മറിഞ്ഞു. ബൈക്ക് പറഞ്ഞ് ഞാൻ ഓടി, ഒരു ജോസ് കാട്ടിലേക്ക് ഓടിയത്. അപ്പോൾ ആന ഇതിൻ്റെ പുറകെ വന്നിട്ട് മറിഞ്ഞു കെട്ടി വീഴും. ആന ചവിട്ടാൻ തുടങ്ങി. ഞാനപ്പോഴത്തേനും തിരിച്ചു വന്ന് ഒച്ചപ്പാടൊക്കെ വെച്ചപ്പോഴത്തേനും ആന എൻ്റെ നേരെ ഓടിയത്. ഞാൻ റോട്ടിൽ കൂടെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് ആന പിന്നെ എന്നെ വിട്ടിട്ട് തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു. അതിനിടെ നീലഗിരി ഗൂഡല്ലൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് നിന്ന് രണ്ട് വാർത്ത വിവരങ്ങൾ വെച്ചിരുന്നു. സുർജിത്ത്, എന്തായാലും ഒരു കാട്ടാനയെ നേർക്കുനേർ കണ്ടതിന്റെ, ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഭയാനകമായ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ആ ചെറുപ്പക്കാരൻ, അല്ലേ? തീർച്ചയായും ജോസും ജോർജും സഹോദരങ്ങളാണ്. ഇത് പുൽപ്പള്ളി ചേകാടി വനപാതയാണ്. അതായത് വനത്തിലൂടെ കാട്ടിക്കുളത്തേക്കും തോൽപ്പെട്ടിയിലേക്കും എല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഒരു പാതയാണ്. ആ വനപാതയിൽ വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു രാവിലെ 8 മണിയോടുകൂടി ജോസും ജോർജും. ഇതിനിടയിൽ കാട്ടാന ഒരു തിരിവ് ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് കാട്ടാന പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പാഞ്ഞെടുത്ത ഘട്ടത്തിൽ ഈ വാഹനം മറിഞ്ഞതിനെ തുടർന്ന് ഈ ജോസിനെ തുമ്പിക്കൈ കൊണ്ട് തട്ടി, അതിനുശേഷം കാലുകൊണ്ട് ചവിട്ടാൻ നോക്കുകയായിരുന്നു. ആ സമയത്ത് ജോർജ് ബഹളം വെച്ചതോടെ ആന തിരിഞ്ഞ് നേരെ ജോർജിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. ജോർജ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇരുവരും രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഓട്ടത്തിനിടയിൽ നെറ്റിക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഈ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ എന്നൊരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവർ കാട്ടിക്കുളത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വനപാതയിൽ നിരന്തരം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. വനമാണ്, അതുകൊണ്ട് തന്നെ നിരന്തരം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചേകാടി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടായത്. നെറ്റിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങൾ, വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.